വചനപ്രഭാതത്തിൽ 19-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളായിരുന്നു നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. അതിൽ നാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഒരു പ്രാവശ്യം കൂടെ 19-ാം സങ്കീർത്തനത്തിലേക്ക് വന്ന് ആ ഭാഗം വായിക്കാം. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. സ്വന്തം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു കരച്ചിൽ, എൻ്റെ ജന്മനാ ഉള്ളതും എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതുമായ ചില ഹാബിറ്റുകൾ എനിക്കുണ്ട്. അത് പാപപങ്കിലമാണ്. അത് അകറ്റി എന്നെ കാക്കണമേ. ആ സ്വഭാവം എന്നെ വാഴാൻ അനുവദിക്കരുതേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നെ എൻ്റെ സ്വഭാവം കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതേ ദൈവമേ. എൻ്റെ ഹൃദയത്തിലെ നിലവുകളെ ഉത്തേജിപ്പിക്കുന്നത് എൻ്റെ കാഴ്ചയും എൻ്റെ കേൾവിയുമാണ്. ഞാൻ മ്ലേച്ഛമായ കാഴ്ചകൾ കൂടുതൽ സമയം കാണുമ്പോൾ അതെൻ്റെ ഹൃദയത്തിലെ ചിന്തകളിലേക്ക് വ്യാപരിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ അതെൻ്റെ വാക്കിലൂടെ പുറത്തു വരും. ആകയാൽ കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെയും എൻ്റെ വാക്കുകളെയും നിയന്ത്രിച്ചു കൊള്ളണമേ. അത് പാപത്തിലേക്ക് വഴിതെളിക്കും. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത നോട്ടം, കേൾവി, ചിന്ത, ഭാവന, ആലോചന, അതിലൂടെ ഉരുവാകുന്ന വാക്കുകൾ, ഇവയെല്ലാം വിശുദ്ധമാക്കണേ. അവ എൻ്റെ മേൽ വാഴരുതേ. എൻ്റെ സ്വഭാവങ്ങൾ എന്നെ കീഴ്പ്പെടുത്തരുതേ എന്നുള്ള പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിച്ചുകൂടെ? മൊബൈൽ അഡിക്ഷൻ ചിലരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മയക്കുമരുന്ന് അഡിക്ഷൻ പോലെ തന്നെ മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട്. മയക്കുമരുന്നിനോട് ബന്ധപ്പെട്ട പല സാധനങ്ങൾ മനുഷ്യനെ വല്ലാതെ അടിമയാക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയുവാൻ നിങ്ങൾക്കിടയായെങ്കിൽ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും അങ്ങേക്ക് പ്രസാദമായിരിക്കാൻ സഹായിക്കണമേ. ആമേൻ. God bless you.